ഇപ്പോൾ കടവന്ത്രയിൽ നിന്ന് സുഭദ്രയെ അവസാനമായി കണ്ടയാൾ പ്രതികരിക്കുകയാണ് തത്സമയം. വളരെ സൗകര്യമായിട്ടാണ്. ഈ ഒരാൾ ഇടയ്ക്ക് ഒരു സ്ത്രീ വന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അപ്പൂപ്പൻ എങ്ങനെയാ അവരെ കാണുന്നതൊക്കെ എങ്ങനെയായിരുന്നു? എവിടെ വെച്ചാ കാണുന്നത് ആ സ്ത്രീയെ? ഇവിടെ അവർ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നെ. ഇവിടെ എന്താണ് ഷർമിള, ആ കൂട്ടുകാരത്തിയാണ്, ഞാൻ ലോഡ്ജിൽ താമസിക്കുന്നതാണ് എന്ന് പറഞ്ഞു. എങ്ങനെയാ കാണുന്നത്? എവിടെ നിൽക്കായിരുന്നു അവർ ഈ ഷർമിള അപ്പൂപ്പൻ കാണുമ്പോൾ? ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അവരിവിടെ വന്നതാ. അപ്പൊ അവരുടെ ഈ ഇതിന്റെ കുടുംബകാര്യത്തിന് ഒരു നാഥനുണ്ടല്ലോ, ആ ഇത് വെച്ചിട്ട് സുഭദ്രയാണ് ഈ കല്യാണമൊക്കെ നടത്തി കൊടുത്തതെന്ന് പറഞ്ഞു. ഗോപാലകൃഷ്ണൻ അങ്ങനെ മരിച്ചുപോയി. ഞായറാഴ്ച കാലത്താണ് സംഭവം നടക്കുന്നത്. രാത്രി ആയപ്പോഴത്തേക്കും ഒരു ചർച്ചാ വിഷയമായി. കാണുന്നില്ല, പിടിക്കുന്നില്ല, നോക്കുന്നില്ല എന്നായി. കാരണം അന്ന് രാജീവ് ഇവിടെ വന്നിരുന്നു, രണ്ടാമത്തെ മകൻ. അപ്പോൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടില്ല, ലോക്കാണ്. അവർ സാധാരണ അങ്ങനെയാണ്. അപ്പോൾ തുടങ്ങി ചെറിയ ചെറിയ സംശയം. അപ്പോൾ അവർ പുറത്ത് സാധാരണ പോകുമ്പോൾ പൂട്ടിയിട്ടിട്ടാണ് പോണത്. അങ്ങനെയാണെന്ന് വിചാരിച്ചു. പക്ഷെ തിങ്കളാഴ്ച വിഷയം മാറി, അന്വേഷണം തുടങ്ങി. ഒരു പിടുത്തവും ഇല്ല, ഇവിടെ വന്നിട്ടുമില്ല. അങ്ങനെയാണ് ഇത് ആൾക്കാർ അറിയണത് അപ്പോഴാണ്. അത് അല്ല, ആരും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇങ്ങനൊരു സംഭവം നടന്നതിന് ശേഷം എല്ലാവരും പിന്നെ ഒരു ചർച്ചാ വിഷയമായി, എന്താണ് ഏതാണ്. അപ്പം മക്കളൊക്കെ വന്നിട്ട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ച് പിന്നെ വേറെ മറ്റു മാർഗമൊന്നുമില്ല. അതാണ് പറഞ്ഞത്. സുഭദ്രയുടെ ആലപ്പുഴയിലെ ബന്ധമാണ് ഈ പറഞ്ഞത്. ഈ കുട്ടി താമസിക്കുന്നത് ആലപ്പുഴയിലാണ്. ഷർമിള എന്ന് പറയുമ്പോൾ ഷർമിള ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെന്ന് ഇവരിപ്പോൾ ഇവിടെ ഈ സംഭവം ഉണ്ടായതിന് ശേഷമാണ് ഞങ്ങളറിയണത് ഷർമിള ആ വിഭാഗത്തിൽപ്പെട്ടതാണെന്ന്. അതിനു മുമ്പ് ഇതൊന്നും അറിഞ്ഞൂടാ. അപ്പൊ ഈ സുഭദ്ര ചേച്ചി നിൽക്കുമ്പോഴാണ് ഈ കല്യാണത്തിന് ഇടപാടൊക്കെ ആയത് ആലപ്പുഴയിൽ. അങ്ങേർക്ക് മീൻപിടുത്തമാണ് തൊഴിൽ, ഷർമിളുടെ ഭർത്താവിന്. അതിനറിഞ്ഞൂടാ. ചിലപ്പോ 1-2 പ്രാവശ്യം കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള. സുഭദ്ര ചില സമയത്ത് പോകാറുണ്ട്. ഇവർ വരുമ്പോഴാണ് പോകുന്നതെന്നാ തോന്നുന്നത്. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമല്ലേ, അതൊക്കെ നമ്മൾ അന്വേഷിക്കുന്നത്. ഷർമിളക്ക് അവിടെ ആരുമില്ല. പിന്നെ കുറേ റിലേഷൻസ് ഉണ്ട്. അവരുടെ സ്വത്തൊക്കെ ഭാഗിച്ച് കഴിഞ്ഞിട്ട് സ്വത്തിൻ്റെ ഷെയർ കിട്ടാനായിട്ട് ഞാൻ പോകുന്നുണ്ട് നാരായണൻ ചേട്ടാ അന്ന് എന്നോട് പറഞ്ഞോ. അതന്ന് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ. മക്കൾക്ക് അറിയാമെങ്കിലും മക്കൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരത് കൂട്ടാക്കുകയല്ല. ഒറ്റയ്ക്ക് തന്നെ താമസം. ഇല്ല. കണ്ടിട്ടുണ്ട്, ഇവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. അതിപ്പോ പറയേണ്ട കാര്യമില്ല. അവരിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ സാധാരണ ഇവിടെ വന്നിരിക്കാറുള്ളതാ വൈകുന്നേരം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം അവർ രണ്ടുപേരും കൂടെ വന്ന് പരിചയപ്പെട്ടതാണ്. സുഭദ്ര പറഞ്ഞു, ഞാൻ നടത്തുന്ന ലോഡ്ജിലെ അന്തേവാസിയാണിത് ഈ കുട്ടി. അപ്പോൾ അവർ സുഭദ്ര അവിടെ നിന്ന് പിരിഞ്ഞപ്പോൾ ഇവരെ കൂടെ പോന്നു. ഇവിടെ കുറച്ച് ദിവസം താമസിച്ചു, ഇവരെ കൂടെ താമസിച്ചു. അതിന് ശേഷം പോയി. പിന്നെയും ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇത് ഒരു 5-8 വർഷം മുമ്പാണ്. മക്കള് തന്നെയാ. ആര് വന്നത് പോയി? അത് തന്നെ. ഒന്നുമില്ല. അതാ പറഞ്ഞ അവരൊരു പ്രത്യേക മൈൻഡാണ്. മക്കളായിട്ട് കൂടുതൽ ഒരു ഇതില്ല. മക്കളും മിക്ക ദിവസവും വരും. എല്ലാ ദിവസവും വരില്ല. അവർ തൊഴിലുള്ളത്. ആർക്ക്? സുഭദ്രയ്ക്ക് ജോലി ഈ പൈസ പണമിടപാടാണ്. കാശ് പലിശ. കറക്റ്റ്. അത് അങ്ങനെ പലിശയല്ല, ബ്ലേഡ് എന്നാണ് അതിന് ലോക്കലായിട്ട് പറയുന്നത്. അപ്പോൾ അതിന് ഡെയിലി കാശ് പിരിക്കാനായിട്ട് പോകും. അവർക്ക് ജീവനുണ്ടെങ്കിൽ അവർ വന്നിരിക്കും. രാവിലെ എപ്പോഴൊക്കെ ഇവിടെ പോകുന്നത്?
കാണാറുണ്ട്. രാവിലെ അമ്പലത്തിൽ പോകും. അത് കഴിഞ്ഞ് പലിശ പിരിവ്. അത് ഇല്ല, അത് കഴിഞ്ഞ് ഇവിടെ വരും. ആ. വരുന്ന വഴിക്ക് ഏതെങ്കിലും ഹോട്ടലുകളിൽ അവരുടെ കസ്റ്റമേഴ്സിന്റെ ഹോട്ടലുകളിൽ സുഭദ്രയെ അവസാനമായി കണ്ട കൊച്ചി കടവന്ത്രയിലെ അയൽവാസിയുടെ പ്രതികരണമാണ് കണ്ടത്. ശർമിളയെ കൂട്ടുകാരി എന്ന നിലയിലാണ് സുഭദ്ര പരിചയപ്പെടുത്തിയത്. ഇതടക്കമുള്ള ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തിരികെ എത്താം ഒരിടവേളയ്ക്ക് ശേഷം.